നമസ്കാരം, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് 20 ഏപ്രിൽ 2026. ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിലെ മുഴുവൻ അമ്മമാരോട് അല്ലെങ്കിൽ സ്ത്രീകളോടാണ് ഒരു കാര്യം പറയുന്നത്. നിങ്ങളെ എല്ലാവരും നുണ പറഞ്ഞ് പറ്റിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം. ഏതൊരു പെണ്ണായാലും അവളുടെ വീട് സ്വർഗമാവുന്നത് അവളെ ഭർത്താവുമായി ക്ഷമിച്ച് പെരുമാറുമ്പോഴാണ്. ക്ഷമിച്ച് പെരുമാറുമ്പോൾ ഏതൊരു പെണ്ണിനും കിട്ടണം. നിങ്ങൾ എന്ത് ജോലി ചെയ്തു എന്നൊന്നുമല്ല, നിങ്ങൾക്ക് കുട്ടികളുണ്ടോ ഭർത്താവുണ്ടോ അതിൽ സുഖമായി പോകുന്നുണ്ടോ, ഇതിനൊരു കാരണം നിങ്ങളാണ്. ഭർത്താവിൻ്റെ വീട് നിങ്ങളുടെ വീടല്ലാന്ന് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞോ? നിങ്ങളെ കല്യാണം കഴിച്ച് നിങ്ങളുടെ കൈ കൊടുത്തെടുത്ത് നിങ്ങളുടെ കൈ അവർക്ക് തന്ന് വലത്തെ കൈ തന്ന് നിങ്ങൾ ഭാര്യയാണ് പറഞ്ഞ് എടുത്ത് ഏത് പെണ്ണായിക്കോട്ടെ ആ പെണ്ണ് അയാളുടെ സ്വത്തിൻ്റെ പകുതി സ്വത്തിന് അവകാശമുണ്ട്. അതൊരു സാധാരണ അവകാശമൊന്നുമല്ല. ഇത് ചോദ്യം ചെയ്യാൻ എനിക്കൊന്നും സാധിക്കില്ല, നിങ്ങളെ പുറത്താക്കാനും സാധിക്കില്ല. പക്ഷേ ആ ഭർത്താവിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്തിരിക്കണം. മാത്രമല്ല ഒരിക്കൽ തെറ്റിന്ന് വിചാരിക്കണം. കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ ഡിവോഴ്സാണ് പിന്നെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും പറയരുത്. അതൊന്നും അല്ല ഇതിൻ്റെ കാര്യം. നിങ്ങൾ ഒരിക്കൽ എടുത്തില്ലേ, ഭർത്താവായിട്ട് എടുത്തില്ലേ, ഭാര്യയായിട്ട് എടുത്തില്ലേ, അത് വലിയ കാര്യം തന്നെയാണ്. അത് നിങ്ങൾ മരിച്ച് പിരിയുമ്പോഴേ പോകുള്ളൂ. അല്ലാണ്ട് ഡൈവോഴ്സ് ചെയ്തുകൊണ്ടോ തലാക്ക് ബന്ധം വേർപ്പെടുത്തിയുണ്ടോ അത് പോവില്ല. നിങ്ങളത് ശരിക്കും മനസ്സിലാക്കണം, അത് പോവില്ല. നിങ്ങൾ വേർതിരിഞ്ഞ് നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാകുന്നത് നിങ്ങളുടെ തന്നെ മണ്ടത്തരാണ്. ഒരു ഭർത്താവിൻ്റെ ഏതൊരു പുരുഷനാണെങ്കിലും അയാൾ രോഗിയാവുന്ന, അയാളുടെ അച്ഛനമ്മയും രോഗിയാവുന്നത് ഈ ഭാര്യയുടെ അശ്രദ്ധ തന്നെയാണ്. അതുകൊണ്ട് ഈ ഭാര്യ നന്നായാൽ പിന്നെ ഭർത്താവിന് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ രണ്ട് കൂട്ടരുടെയും ഫാമിലിക്ക് തന്നെ നല്ല കാര്യങ്ങൾ വരും. ഒരുപാട് കാലം നല്ല സന്തോഷത്തോടെ ജീവിക്കാം. അപ്പോൾ കുറ്റം കണ്ടെത്തുകയല്ല ചെയ്യേണ്ടത്. ഭർത്താവിൻ്റെ സ്വത്തിൽ പിന്നെ ഏത് ഭാഗത്താണെങ്കിലും പകുതി അവകാശം ആ ഭാര്യക്കുണ്ട്. അത് തച്ചാക്കിയാലും ചവിട്ടിയാക്കിയാലൊന്നും പോകില്ല. അതിന് പിന്നെ വലിയ കാര്യമൊന്നും നിങ്ങൾക്ക് പറയാനില്ല. നിങ്ങൾക്ക് 11 വയസ്സിൽ കൂടുതൽ പ്രായമായിട്ടുണ്ടോ, പിന്നെ നിങ്ങൾക്ക് മാസക്കുളി വന്നിട്ടുണ്ടോ, അതിന് കഴിഞ്ഞതിന് ശേഷം ഒരാളെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ കാര്യം വളരെ വ്യക്തമായിട്ട് എഴുതണം. എനിക്ക് എന്നെ മാതിരി ഉണ്ടായി, ഭർത്താവില്ലാണ്ട് നിൽക്കാൻ കഴിയില്ല, അതുകൊണ്ട് എന്നെ ആൾ ഭർത്താവായിട്ട് ഞാൻ സ്വീകരിച്ചു, അദ്ദേഹം എന്നെയും സ്വീകരിച്ചു എന്ന് പറഞ്ഞ് രണ്ടാളുടെയും ഒരു മൊഴി ഏതെങ്കിലും ഒരു കോടതിക്ക് കൊടുത്ത് അവരത് പ്രൂഫ് ചെയ്താൽ നിങ്ങളുടെ കാര്യം കഴിഞ്ഞു. നിങ്ങൾക്ക് രണ്ടാൾക്കും രണ്ട് കൈയും അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിപ്പിടിച്ച് ഞാൻ ഭാര്യയും ഭർത്താവുമായിട്ട് എടുത്തു എന്ന് പറഞ്ഞാൽ രണ്ടാൾക്കും നിങ്ങൾക്ക് മറ്റൊരാളുടെ സാമാനാണ് നിങ്ങൾക്ക് വേണ്ടത്, ഇയാൾക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ കൈകാര്യം ചെയ്യാൻ പുറപ്പെട്ടാൽ അതിൽ നാണക്കേടും അഭിമാനക്കേടൊന്നുമില്ല. അപ്പോൾ ഒരു ഭാര്യനെ ഡൈവോഴ്സ് ചെയ്തു, പിന്നെ അയാൾക്ക് ഇഷ്ടമില്ല എന്നൊക്കെ പറയാം. 2 ദിവസമല്ലേ ഇഷ്ടക്കേട് വരുള്ളൂ, അല്ലെങ്കിൽ 2 ആഴ്ച വരും, അല്ലെങ്കിൽ 2 കൊല്ലം വരും, അതല്ലേ ഇഷ്ടക്കേട് വരുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെന്താ ചെയ്യുക? അപ്പോൾ ഇഷ്ടക്കേട് എന്ന് പറഞ്ഞത് ഏതാണ്ട് കുറച്ച് മാസങ്ങൾക്കുള്ളൂ. കുളത്തിൽ കല്ലിട്ടാൽ കണ്ടില്ലേ, നിങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന കുളത്തിൽ കല്ലിട്ട് നോക്കി, താമരയൊക്കെ നിൽക്കണമായിരിക്കും കല്ലിട്ട് നോക്കി, ആ കല്ല് ചെന്ന് വിൽക്കുമ്പോൾ ഇങ്ങനെ എന്ന് പറഞ്ഞ് 4 പുറം പോകും, കണ്ടില്ലേ? അത് ദേഷ്യമുള്ള സമയം. അത് കുറച്ച് കഴിഞ്ഞ് അടിയിലേക്ക് പോയാൽ വെള്ളം ഒന്ന് ഓളം വട്ടി ഇത് തന്നെ നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങളെ ദേഷ്യങ്ങളൊക്കെ പറഞ്ഞു തീർത്തു. ഇതൊക്കെ നിങ്ങൾ മാറ്റി ഈ വാശിയൊക്കെ കളയും, ഒന്ന് സ്നേഹിക്കാൻ പഠിക്കും, എന്നിട്ട് ഇതിൽ കൂടെ നിങ്ങൾ ജീവിക്കാൻ പഠിക്കും. പള്ളിയിലെ മല്ലാക്കല്ല നിങ്ങളുടെ ജീവിതം കൊണ്ടു നടക്കേണ്ടത്, പിന്നെ അമ്പലത്തിലെ പൂജാരി അല്ല ചെയ്യേണ്ടത്, ഈ കമ്മിറ്റിക്കാരല്ല ചെയ്യേണ്ടത്, ഇവിടുത്തെ സുപ്രീം കോർട്ടല്ല ചെയ്യേണ്ടത്, ഞാനല്ല ചെയ്യേണ്ടത്. ഇതൊക്കെ നിങ്ങൾ തനിച്ച് ചെയ്യണ്ട. അതുകൊണ്ട് നല്ല രീതിയിൽ പെരുമാറണം. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നല്ല രീതിയിൽ പെരുമാറണം. അതിൽ ഒരിക്കലും നിങ്ങൾ മോശം കാണരുത്. മാത്രമല്ല നിങ്ങളുടെ തൽക്കാലം നിങ്ങളോട് തമ്മിൽ തെറ്റി, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ കൊല്ലണ്ട. കാരണം ഒരു 5-6 മാസം കഴിഞ്ഞിട്ട് പൊരുത്തപ്പെടാൻ വേണ്ടി ശ്രമിക്കണം. അതായത് ഇവരായിട്ട് തെറ്റില്ല എന്നാക്കാൻ വേണ്ടി ശ്രമിക്കണം. ആ ശ്രമം നിങ്ങൾക്ക് വിജയം എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് എത്ര ഭാര്യമാരുണ്ട്, എത്ര ഭർത്താക്കന്മാരുണ്ട് എന്നുള്ളതല്ല, ഇവരുമായി സന്തോഷത്തിൽ പോകണ്ട. നിങ്ങൾ തമ്മിൽ സന്തോഷം വരുന്നത് നിങ്ങളുടെ സാമാനം തന്നെയാണ്. ഒന്ന്. രണ്ടാമത്തെ നിങ്ങളുടെ അലങ്കാരമായിട്ടുള്ള വസ്ത്രവും അതുപോലെ ഭക്ഷണവും അതുപോലെ നിങ്ങളുടെ ഓരോ വാക്കിലുള്ള പെരുമാറ്റവും നിങ്ങളുടെ വൃത്തിയുമാണ്. അത് നിങ്ങൾ മറക്കരുത്. അപ്പോൾ പെണ്ണിന് ഭർത്താവിൻ്റെ വീടാണെന്ന് പറയുന്നില്ലേ, അത് സത്യമാണ്.
ഭർത്താവിൻ്റെ വീടാന്ന് പറഞ്ഞാൽ സത്യമാണ്. പക്ഷെ അത് കൊണ്ടു നടക്കാൻ ആ പെണ്ണ് ശ്രമിക്കണം. ആ പെണ്ണ് ശ്രമിക്കേണ്ടത് ആ താക്കോൽ കൂട്ടം അയാളെ പുറത്താക്കാണ്ട് അയാളെ വീടിൻ്റെ ഉള്ളിലാക്കി അയാൾക്ക് വേണ്ടുന്ന എന്തൊക്കെ കാര്യമുണ്ടെങ്കിൽ പുറത്ത് പറയാൻ പറ്റാത്ത ഒട്ടനവധി കാര്യങ്ങളുണ്ട്, അതിന് തയ്യാറാവുക. നിങ്ങൾക്ക് വലിയ മക്കളുണ്ടെങ്കിൽ അവരെ നിങ്ങളുടെ സ്വകാര്യ കാര്യങ്ങളിൽ മക്കളെ ഇടപെടുത്താതിരിക്കുക. എന്നിട്ട് അത് നിങ്ങളുടെ ഭർത്താവാണ് എന്ന് നിങ്ങൾ പറയുക, ഭാര്യയാണെന്ന് പറയുക. അയാൾ വന്നതിൻ്റെ ശേഷമാണ് നിങ്ങളുടെ നല്ല കാര്യങ്ങൾ വന്നത് എന്ന് കരുതുക. ഭാര്യയും അത് കരുതുക. ഭാര്യ കണക്കാക്കുക അയാൾ വന്നതിൻ്റെ ശേഷമാണ്. ഭർത്താവും കരുതുക അവൾ വന്നുകൊണ്ടാണ് എനിക്ക് കുട്ടികളുണ്ടായത്, ഈ സാധനം ഉണ്ടായതെന്ന് കരുതുക. ക്ഷമിക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാണ്ട് നിങ്ങൾ കോടതിയിൽ പോയി 25 കൊല്ലം കേസ് കൊടുത്ത് ഡൈവേഴ്സ് കേസ് കൊടുത്ത് കുറേ വക്കീലിനെ നിർത്തി കുറേ കള്ളസാക്ഷി പറഞ്ഞു, ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ആ കാര്യം നിങ്ങൾ നിരയിക്കുന്നത് കണ്ടിട്ട് തുരുപ്പിടിച്ച കൈക്കോട്ട് വരുന്നില്ലേ, വെള്ളം നനഞ്ഞ് ഉപ്പുകാറ്റ് കൊണ്ട് തുരുപ്പിടിച്ച കൈക്കോട്ടും നിങ്ങളും ഒരേപോലെ ആവുന്നതിന് പകരം അത് പെയിൻ്റ് അടിച്ച് നല്ല രീതിയിൽ ഭംഗിയാണ്. ഭർത്താവ് എത്ര കണ്ട് തിളങ്ങുന്നോ അത്രയും ആ ഭാര്യ സുമുഖിയാണ്. മനസ്സിലായില്ലേ? കന്യകല്ല, സുമുഖിയാണ്. എന്ന് വെച്ചാൽ ആ രാജാവിൻ്റെ ഭാര്യയാണ്. അവൾക്ക് ആദരിക്കപ്പെടും. പുറത്തേക്ക് പൊതുസമൂഹത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവർ തമ്മിൽ പറയാം, ഇന്നാളെ പെണ്ണുങ്ങൾ വരേണ്ടത് നമ്മളൊന്നും പറയണ്ടെന്ന് പറയും. കണ്ടോ, അവർ ബഹുമാനം വരണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഓരോ പെണ്ണുങ്ങളും ഡൈവോഴ്സ് ചെയ്താൽ നിങ്ങളുടെ അവസാനത്തെയാണ് എന്ന് കരുതണ്ട. ഡൈവോഴ്സൊന്നുമല്ല, നിങ്ങൾ തമ്മിലുണ്ടാക്കിയ എന്തോ ഒരു പിരാന്തിൻ്റെ അലങ്കാരമല്ല അത്. ഇത് വിദ്യാഭ്യാസമുള്ളവർ പറഞ്ഞതല്ലാണ്, അത് അവർ പറയാത്തത് കൊണ്ടാണ്. ഞാൻ സൂറത്ത് നിസാ എന്ന് പറഞ്ഞ സാധനം ഫുള്ളായിട്ട് 1, 2, 3 അധ്യായം ഓതിക്കേട്ട് അതിൻ്റെ ഭാഗത്ത് കൂടെ ഒരുപാട് കാലം കഴിഞ്ഞ് ആലോചിച്ചാണ് ഒരു തീരുമാനം കൊണ്ടുവരുന്നത്. ഇത് നിങ്ങളെ മൗലവിമാർ, നമ്മുടെ നാട്ടിലെ മൗലവിമാരും പണ്ഡിതന്മാരും നുണ പറഞ്ഞു പറ്റില്ല. അതിൽ നിങ്ങൾ വലിയാണ്ട് ആവരുത്. കാരണം നിങ്ങളൊരാൾ കല്യാണം കഴിച്ചു, അയാൾ വരുമ്പോൾ അയാൾ എപ്പോഴാണോ വരുന്നത്, അയാളുടെ ആവശ്യം എന്താ? ഒരു ഭർത്താവിൻ്റെ ഒരു ഭാര്യയെ കൈ കിട്ടിയ എന്താ ആവശ്യം? ആ ആവശ്യത്തിന് വരുമ്പോൾ നിങ്ങളതിന് സൗകര്യം കൊടുക്കും. അവർക്ക് ഭക്ഷണം വെള്ളവും കൊടുക്കണം, കുളിക്കാനുള്ള വെള്ളം, അയാളുടെ വസ്ത്രം, ഇതൊക്കെ നിങ്ങളുടെ നിർബന്ധ ബാധ്യതയാണ്. അത് അതിൻ്റെ തൊട്ട് മുമ്പ് വരേക്കുള്ളതൊക്കെ അയാളോട് പറഞ്ഞു വാങ്ങണം. ഒരു ഭർത്താവ് മദ്യപിക്കുക, മയക്കുമരുന്ന് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ പോരായിയാണ്. അല്ലെങ്കിൽ ഒരു രോഗി ഉണ്ടായി, ഒരു രോഗി നിങ്ങളായി, നിങ്ങളുടെ ഭർത്താവായി, വീട്ടിലെ അച്ഛനും അമ്മയായി, നിങ്ങളുടെ അച്ഛനും അമ്മയും അയാളുടെ അച്ഛനും അമ്മയും അയാളുടെ പെങ്ങളും ആയി എന്ന് വിചാരിച്ചു, അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങളാണ്. കാരണം നിങ്ങളുടെ തെറ്റായെന്ന്. ഈ നാട്ടിലുള്ള വലിയ വിദ്യാഭ്യാസമുള്ള ഒരാളും ഈ നാട്ടിലെ മൊത്തം ജനങ്ങൾക്ക് ജോലി ചെയ്യേണ്ട ഒരു സ്ഥാപനം കൊടുക്കുന്നില്ല. ശമ്പളം വാങ്ങിയിട്ട് അവർക്ക് തന്നെ കുട്ടികളില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ കളിക്കുന്നത്. അവർക്ക് കുട്ടികളില്ല, ഉദ്യോഗസ്ഥന്മാരെ ഭൂരിഭാഗം നോക്കി അവർക്ക് ഒരു കുട്ടിയില്ലാത്തവരാണ്, ഒരു ഭർത്താവിനെ വേണ്ടാന്ന് പറഞ്ഞവരാണ് ഇപ്പോൾ പറയുന്നവരാണ്. ഇതിൻ്റെ ശരിക്കുള്ള അസലി പേരെന്താ? പിരാന്ത് എന്നാണ്. പിരാന്ത് പലതരം പിരാന്തന്മാരാണ്. അതായത് നമുക്ക് കുട്ടികൾ വേണ്ട, നമ്മളെ അവസാനിക്കുമ്പോൾ നമുക്ക് തന്നെ ഇതിന് നമ്മളെ ഈ മരിച്ച ശരീരം മറവ് ചെയ്യാൻ ഒരു ഉത്തരവാദിത്തമുള്ളവർക്ക് കൊടുക്കരുത്. ഓട്ടിസം ബാധിച്ച കുട്ടികളൊക്കെ ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ മൗഢ്യമായ വിഡ്ഢിത്തമാണ്. അത് ഒരിക്കലും നിങ്ങൾ ഒരാളോട് ഉപയോഗിക്കരുത്. കാരണം നിങ്ങൾക്ക് കുട്ടികൾ വേണം. അത് ഞാൻ പറയാം 10-15 കുട്ടികൾ വേണമെന്നാണ്. പക്ഷേ 1, 2 ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് അർത്ഥം? കുട്ടികളുടെ സ്നേഹം എന്താണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ ഭർത്താവിൻ്റെ സ്നേഹം നിങ്ങൾ കിട്ടും. ചിലപ്പം ചൂടാവും, ചിലപ്പം നന്നായിരിക്കും, ചിലപ്പോൾ എടുത്ത് വലിച്ചെറിയും. ഇതൊക്കെ സംഭവിക്കും. ഭാര്യയ്ക്കും അതുപോലെ തന്നെ. ഭാര്യയ്ക്ക് ദേഷ്യം പൊടിച്ചാൽ കൊറോണ വൈറസ് വന്ന പോലെയാണ് ലോകത്തിനെ തന്നെ പറയും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. കുട്ടികളുടെ സ്നേഹം എന്താണെന്ന് നിങ്ങൾക്കറിയാം. അതറിയണമെങ്കിൽ പ്രസവിക്കണം. കുട്ടി പ്രസവിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന, അത് കഴിഞ്ഞിട്ടുണ്ടാകുന്ന വേദന, ഈ കുട്ടി ഓരോന്ന് വീഴ്ത്തി അടിച്ചുണ്ടാകുമ്പോൾ ഉള്ള വേദന, മറ്റുള്ളവർക്ക് ഇവർ ശല്യം ചെയ്തുള്ള വേദന, ഈ കുട്ടി വേറൊരുത്തനെ പോയിട്ട് അക്രമം ചെയ്യുന്ന വേദന, ഇതറിയണമെങ്കിൽ കുട്ടി ഉണ്ടാവും. ആ കുട്ടിയെ നല്ല രീതിയിൽ കൊണ്ടുപോകണം. കുട്ടികളെ നിങ്ങൾ അമേരിക്കയെ വിട്ട് പഠിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. നിങ്ങളുടെ പരിസരത്ത് 2 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ വെച്ച് നല്ല രീതിയിൽ പഠിപ്പിക്കുക. എന്നിട്ട് നിങ്ങളുടെ ജീവിതമാണ് അവർക്ക് കാണിച്ചത്. നിങ്ങളുടെ സ്വകാര്യ സമ്പാദ്യത്തിൽ നിങ്ങളും നിങ്ങളുടെ ഭർത്താവും കൂടി സ്വകാര്യ പങ്കാളിത്തം ഉറപ്പാക്കുമ്പോൾ അതിൽ മറ്റൊരാളെ ഇടപെടാതിരിക്കുക. അതാണ് ഇതിന് ഏറ്റവും വേണ്ട വഴി. വേറൊരാളുടെ സ്വകാര്യ കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടാതിരിക്കുക. ഇത്തരത്തിൽ ചെയ്താൽ തന്നെ ഈ ലോകത്ത് നമ്പർ 1 നിങ്ങളായി. അതുകൊണ്ട് എല്ലാ സ്ത്രീകളും കോടതിയിൽ ഡൈവോഴ്സ് നടക്കുന്നവരൊക്കെ ഇത് കേൾക്കണം. എന്നിട്ട് എവിടുന്ന മാറ്റം വരുത്തേണ്ടതെന്ന് നോക്കണം. ഒരു പുരുഷനെതിരെ ഒരു കേസുമായി ഒരു കോടതിയിലും പോകണം. ഒരു പെണ്ണിനെതിരെ ഒരു കേസുമായിട്ട് ഒരാളും നിങ്ങൾ കോടതിയിൽ പോകണം.
അതല്ല ഇതിൻ്റെ കാര്യം. കുറച്ച് ഒരു 6 മാസം തെറ്റി നിൽക്കണ്ടേ. എന്നിട്ട് 2 കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ എടുക്കാതിരിക്കല്ല ചെയ്യണ്ടേ. വിളിച്ചാൽ ഫോൺ എടുക്കണം. ഫോൺ എടുത്തിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ ആദ്യം കുറേശ്ശെ പറയണം. പിന്നെ നേരിട്ട് കണ്ടിട്ട് കാര്യങ്ങൾ പറഞ്ഞു തീർക്കണം. നിങ്ങൾ 2 കൂട്ടരും പറഞ്ഞു തീർക്കണം. തെറ്റ് ചെയ്യാനല്ല, ക്ഷമിക്കാനാണ്. എന്നിട്ട് നിങ്ങൾ ഒന്നാവും. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത് വളരെ ആലോചിച്ചെടുത്ത തീരുമാനമാണ്. എന്നോട് ക്ഷമിക്കണം. ശ്രമണേ. ഞാൻ ടെക്നോളജിയാണ്. VR മുഹമ്മദ് പതിയിൽ പട്ടാമ്പി.